അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും നമ്മുടെ ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. 3-4 മുട്ടയും കുറച്ച് ഇൻഗ്രീഡിയൻറ്റും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പവും ലഞ്ചിനോടൊപ്പമൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടി ഒരു ബൗൾ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു ബൗളിൽ ഒരു 5 മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട നമുക്ക് ഈ വലിയ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ തോനെ എടുക്കുമ്പോൾ ഫ്രഷ് മുട്ടയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു വലിയ ബൗളിലേക്ക് എല്ലാം കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് ഈ വലിയ ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ടയെല്ലാം ഞാനതിൽ വലിയ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നന്നായിട്ട് മുട്ട മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇടത്തരം സവാള ചെറുകുനൂനായിട്ട് അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിക്കനുസരിച്ച് ഓരോന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. എന്നിട്ട് പകുതി ക്യാപ്സിക്കം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ഇഞ്ച് വലിപ്പത്തിൽ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയോ കോൺഫ്ലവർ പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിവിടെ കോൺഫ്ലവർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കുക. ഒരു ഫോർക്കോ വിസ്കോ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മിക്സാക്കിയ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ വേവിച്ചത് ഇട്ട് കൊടുക്കുക. അത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേക്ക് എന്ന് വേവിച്ചെടുത്തിട്ട് ആറിയതിന് ശേഷം കൈകൊണ്ട് തന്നെ പിച്ചി എടുത്തതാണ് കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ തീരെ അതങ്ങ് ക്രഷായി പോകും. അതിൻ്റെക്കാട്ട് നമ്മൾ കൈകൊണ്ട് പിച്ചി ഇടുമ്പോൾ അവിടെ എവിടെയായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡലി ചെമ്പ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തട്ട് വെച്ചിട്ട് തട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഇതിൽ നിറയെ ഒന്ന് കുഴികളിൽ നിറച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തം 2 തട്ടിലായിട്ട് ഞാൻ ഈ മുട്ടയുടെ ബാറ്ററെല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടപ്പൊന്ന് തുറക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്കോ ഇതുപോലെ പപ്പടം കുത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി ചെമ്പിൽ നിന്നും ഈ ഇഡലി തട്ട് ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇതൊന്ന് സ്പൂൺ വെച്ച് ഇതൊന്നും അടർത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ സ്നാക്സ് മൊത്തം ഞാൻ എന്താ ഇഡ്ഡലി തട്ടിൽ നിന്നും മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 തട്ടിൽ നിന്ന് ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മസാലയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തട്ടിൽ നിന്ന് മാറ്റി എടുത്ത മുട്ട നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് ഒരു ലൂസ് പരുവത്തിലുള്ള ബാറ്ററാക്കി എടുക്കണം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ലൂസ് പരുവത്തിലുള്ളൊരു ബാറ്ററാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് പാൻ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ ബാറ്റർ കുറച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് എണ്ണയുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണമേ. ഇപ്പോൾ ഇതാ ഒരു ടീസ്പൂണോളം ഞാൻ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ ഓരോ പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4 എണ്ണം വെച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഈ മുളകിൻ്റെ ബാറ്റർ നമ്മുടെ മുട്ടയുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. ഈ എരിവൊക്കെ ആ സ്നാക്സിൽ പിടിച്ച് വരണം. അതിനുവേണ്ടി മറിച്ചും തിരിച്ചുമൊക്കെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ നീക്കി കൊടുക്കുക. ആ അരപ്പ് കിടക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഇതുപോലെ ആ അരപ്പ് ഇതിലേക്ക് പിടിച്ച് ആ 2 പുറവും ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നത് വരെ ഇതുപോലൊന്നും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് 2 പുറവും നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്നാക്സ് മുട്ടയുമായിട്ട് നന്നായിട്ട് ആ എരിവൊക്കെ പിടിച്ച് നല്ല 2 പുറവും നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വൈകുന്നേരത്തെ ചൂട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ സ്നാക്സായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ചോറിനായിരുന്നാലും ഡിന്നറിനായിരുന്നാലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഞാൻ പാനിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ അവസാനത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്കെത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.